വെൽക്കം ടു ഇ ട്രെൻഡ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ മൊബൈൽ സ്ക്രീൻ നമുക്ക് ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൻ്റെ അകത്ത് ലാപ്ടോപ്പിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് സെറ്റിങ്സിൽ പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് സിസ്റ്റം എന്ന് പറയുന്ന ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് പ്രൊജക്ട് ടു പി സി ഈ മെനുവിൽ നമ്മൾ പ്രസ് ചെയ്യുക. പ്രൊജക്ട് ടു പി സി. അപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇതെല്ലാം ആക്റ്റീവ് ആണ്. ചില സിസ്റ്റത്തിൽ ഇത് ആക്റ്റീവ് ആയിരിക്കില്ല. അന്നേരം ഇവിടെ ഓപ്ഷണൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. അവിടെ പ്രസ് ചെയ്യുക. അവിടെ ആഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഐക്കൺ കാണാൻ സാധിക്കുക വിൻഡോയിൽ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, വയർലെസ് ഡിസ്പ്ലേ നമ്മൾ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ സെർച്ച് ചെയ്യുമ്പോൾ വയർലെസ് ഡിസ്പ്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യുക. വയർലെസ് ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ വിൻഡോ പ്രൊജക്ടിങ് ടു പി സി ഇവിടെ ആക്റ്റീവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ലോഞ്ച് ദി കണക്ട് അപ് ടു ദി പ്രൊജക്ട് പി സി എന്ന് പറയുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ബ്ലൂ സ്ക്രീൻ കിട്ടും. ഈസ് റെഡി ഫോർ യു ടു കണക്ട് വയർലെസ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോണിൻ്റെ അകത്ത് നമ്മൾ സ്ക്രീൻ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. സ്ക്രീൻ കാസ്റ്റിൽ പ്രസ് ചെയ്യുക. ബ്ലൂടൂത്ത് ടേൺ ഓൺ കൊടുക്കുക. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡിവൈസ് നെയിം നമ്മുടെ മൊബൈൽ ഫോണിൽ കാട്ടുന്നതാണ്. കണക്റ്റിൽ പ്രസ് ചെയ്യുക. നമ്മൾ യൂട്യൂബ് എടുക്കുന്നു. യൂട്യൂബിൽ ഇവിടെ സെർച്ചിൽ വന്നിട്ട് ക്രിക്കറ്റ് ലൈവ് കൊടുക്കുന്നു. ക്രിക്കറ്റ് ലൈവ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളത് നേരെ ഓട്ടോമാറ്റിക് മൊബൈൽ ഫോണിൽ ഓൺ ആക്കിയിടുക. ഇവിടെ മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഫുൾ സ്ക്രീനിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി പല പല ആപ്പുകളിലും ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ്വെയറിൽ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.